ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. പൂന്തോട്ടത്തിലെ പൂക്കളൊക്കെ എന്തൊരു രസമല്ലേ കാണാനായിട്ട്. കുറേ ഓർക്കിഡൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടിരിപ്പില്ലേ? എങ്ങനെയുണ്ട് കാണാനായിട്ട് വീഡിയോ? സൂപ്പറായിട്ടില്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താ? പിന്നെ എൻ്റെ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ശ്രദ്ധിക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ കൂടാതെ എന്നെ ഒന്ന് ലൈക്കും ഷെയറൊക്കെ ആയിട്ട് എന്നെ ഒന്ന് കൂട്ടാക്കണം കേട്ടോ. എൻ്റെ വീഡിയോസ് ഒന്ന് ഷെയറും കൂടി ഒന്ന് ചെയ്യണം കേട്ടോ. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ? ഉറപ്പല്ലേ? ഞാൻ വിചാരിക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കില്ല എന്ന്. ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂട്ടാക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാൽ ഇന്ന് രാവിലെ തന്നെ അതിമനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ. രാവിലെ തന്നെ കണ്ട ഞാനിത് ഫുഡ് എടുത്ത് വെച്ചതാട്ടോ, ഇച്ചിരി ചോറ് എടുത്ത് വെച്ചതാട്ടോ. അപ്പോൾ എൻ്റെ അടുക്കള ജനാലയോടെയാണ് കേട്ടോ. അപ്പോൾ ഫുഡ് രാവിലെ തന്നെ ഒരു 6:30 ആയിട്ട് ഞാൻ ഫുഡൊക്കെ എടുത്ത് വെച്ച്. ആർക്ക് കുറച്ച് കിളികളുണ്ട്, അതുപോലെ തന്നെ അണ്ണാറക്കണ്ണന്മാരുണ്ട്. അങ്ങനെ കുറച്ച് പേരൊക്കെ വിരുന്നിന് വന്ന് പോവാറുണ്ട് കേട്ടോ. അതൊക്കെയാണ് കേട്ടോ ചില ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് വരാറുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് കൂട്ടിനെ കിട്ടിയിട്ടുള്ളത് ഇവർ 2 പേരാണ് കേട്ടോ. എന്ത് രസമല്ലേ ഇവരുടെ കളികളും ചിരികളും. ആ കഴിക്കണതൊക്കെ കാണുമ്പോൾ എന്തൊരു രസമാണ് കാണാനായിട്ട്. പിന്നെ എൻ്റെ മനസ്സും നിറയും. എന്താണെന്ന് അറിയാമോ? ഇവർക്ക് ഫുഡ് കൊടുക്കുമ്പോൾ, അതായത് മിണ്ടാപ്രാണികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സ് നിറയും. അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമാണ്. എൻ്റെ പൂപ്പിമോള് പോയ പിന്നെ എനിക്ക് ഇവരൊക്കെ എന്തൊരു പ്രിയപ്പെട്ടവരാണെന്നറിയുമോ? ഇവരെപ്പോഴും വരാറൊക്കെ ഉള്ളവർ തന്നെയാണ്. കാക്കകളായാലും കിളികളായാലും ഈ അണ്ണാറക്കണ്ണന്മാരായാലും ഒരാൾ എപ്പോഴും വന്ന് പോകും കേട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ വന്ന് ഇങ്ങനെ എനിക്ക് സപ്പോർട്ടൊക്കെ തരാനായിട്ട് എങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ ഞാനിരിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ. എന്നാലും ഞാൻ ഹാപ്പിയാണ്. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് കാക്ക വന്ന് ഇവരെ ഓടിക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും എനിക്ക് പകർത്താൻ പറ്റില്ല. ഞാനിത് ഇങ്ങനെ ജനാലയുടെ അടിയിൽ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെച്ചേക്കണ വീഡിയോ ആണ്. ഫോൺ ഇങ്ങനെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ പണികളൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കും. അപ്പോൾ ഇവർ വന്ന് ഇരിക്കണതും ഒക്കെ കാണാനായിട്ട് പറ്റും. ചിലപ്പോൾ കുറച്ച് പേര് പോകും, കുറച്ച് പേര് വരും. അങ്ങനെയൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ പകർത്തണത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് ഫോളോ ആയി കൂട്ടാക്കാമോ? അപ്പോൾ പാട്ടൊക്കെ കഴിഞ്ഞു. ഞാൻ വെറുതെ ഒന്ന് പാടി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു രസമല്ലേ? നിങ്ങളെല്ലാവരും പ്രകൃതിയെ സ്നേഹിക്കുക. പ്രകൃതിയിലുള്ള മൃഗങ്ങളെയും പക്ഷികളെയും ജന്തുജാലങ്ങളെയും ഒക്കെ സ്നേഹിക്കാനായിട്ട് നോക്കുക. അവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുകയാണെങ്കിൽ അത്ര നല്ലതെന്നാണ് കേട്ടോ എൻ്റെ ഒരു കാഴ്ചപ്പാടൊക്കെ. അപ്പോൾ ഞാനും ഒരു നേരത്തെ ആഹാരമൊക്കെ കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ രാവിലത്തെ ഫുഡ് ഇവർക്ക് കൊടുത്തിട്ട് രാവിലെ കുറച്ച് ഫുഡ് ഇങ്ങനെ മതിലുമ്പോൾ നിരത്തി വെച്ച് കഴിക്കും. അപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ ഒരു ഫുഡ് കഴിച്ച് പോയിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പിന്നെ വൈകിട്ടാണ് വരണത്. ഒരു 6:15 ആവും. പിന്നെ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കൊടുക്കും. വന്നിരിക്കുകയാണെങ്കിൽ ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്യട്ടെ. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ മുകളിലാണ് കാക്കകൾ കുറച്ച് നേരം വന്നിരിക്കാറുണ്ട്. അപ്പം മുകളിൽ കുറച്ച് നേരം ഭക്ഷണമൊക്കെ വെച്ചിട്ട് ഞാൻ താഴത്തേക്ക് പോകും. കഴിഞ്ഞ വസ്ത്രങ്ങളൊക്കെ അലക്കിടാനൊക്കെ ആയിട്ട് പോകുമ്പോൾ കാത്തിരിക്കാറുണ്ട്. മഴയൊക്കെ ആണെങ്കിൽ അവിടെ വന്നിരിക്കുമ്പോൾ ഞാൻ കുറച്ച് ഫുഡൊക്കെ എടുത്ത് വെക്കാറൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളും ഇതുപോലൊക്കെ ചെയ്യട്ടെ. നമ്മുടെ മിണ്ടാപ്രാണികൾ നമ്മളെ നോക്കാതെ പിന്നെ ആരാ നോക്കുക? മനുഷ്യന്മാർക്ക് ഇതിനൊക്കെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഭൂമിയിലെല്ലാവർക്കും അവകാശമുണ്ടെന്നൊരു വാദമാണ് കേട്ടോ എനിക്കുള്ളത്. അപ്പോൾ 2 അണ്ണാൻകുട്ടന്മാരാണ് കേട്ടോ ഇന്നുള്ളത്. ഇതാണ് കേട്ടോ ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രകൃതിയൊക്കെ ഒന്ന് സ്നേഹിക്കാനായിട്ട് നോക്കുക. ഇവർ കഴിക്കണത് കാണാനായിട്ട് എന്ത് രസമാണെന്നറിയാമോ? എൻ്റെ പൂപ്പിക്കുഞ്ഞ് ഇതൊക്കെ കാണുന്നുണ്ടെന്നാണ് ഒരു വിശ്വാസം. ആൾക്ക് കുശുമ്പ് ഇച്ചിരി കൂടുതലുള്ളതായതുകൊണ്ട് കുശുമ്പുണ്ടാവും. അപ്പോൾ ഇതുണ്ട് മറ്റേ എണ്ണം വന്നു കഴിഞ്ഞപ്പോൾ ഫുഡ് കൊടുക്കുന്നില്ല, അവർ കളയാണ്. പിന്നെ വേറെ എണ്ണം വന്നിട്ട് അങ്ങനെ കഴിക്കുന്നുണ്ട് കേട്ടോ. മറ്റെണ്ണം പോകുമ്പോൾ ഈ എണ്ണം വന്നിട്ട് കഴിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാനായിട്ട് രസമാട്ടോ. അപ്പം ഞാനിത് അടുക്കളയുടെ ജോലിയുടെ ഇടയിലൊക്കെ ഇങ്ങനെ ഫോൺ വെച്ചിട്ട് കാണിക്കണതാണ് കേട്ടോ. അപ്പോൾ അടുക്കളയിലെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കാണുമ്പോൾ വന്നിട്ട് വീഡിയോ ഇടണമല്ലോ. അപ്പോൾ വന്നെടുക്കണത് കുറച്ച് വീഡിയോസാണ് കേട്ടോ.
എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ആർക്കും ഇല്ലാത്ത എൻ്റെ വീഡിയോ ഒക്കെ നാച്ചുറലായിട്ടുള്ള വീഡിയോസാണ്. എനിക്കറിയുന്ന പോലെ ഞാൻ ചെയ്യണതാണ്. സപ്പോർട്ട് തരാൻ പറ്റുന്നവർക്ക് തരാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെ കുറച്ച് സപ്പോർട്ടാണ് ഇന്നലെ മരത്തുമ്മേന്ന് പറിച്ചു വിട്ടാൽ അതിൽ കുറച്ച് അച്ഛന് കൊടുത്തു ഞാൻ. കുറച്ചുള്ളതാണ് കേട്ടത്. ഇത് ഇനി പഴുക്കണം. കുറച്ചൊക്കെ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം എനിക്ക് സപ്പോർട്ട് ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു. കുറച്ച് നമ്മുടെ വീടുകളിലൊക്കെ കൊടുക്കണം. സപ്പോർട്ടില്ലാത്ത വീടുകളിൽ ഉണ്ടാവില്ല, നമ്മുടെ അയൽക്കാർക്കൊക്കെ കൊടുക്കാനുണ്ട്. കുറച്ച് ഞാൻ പഴുപ്പിച്ച് ഞാൻ കഴിക്കും. ഷേക്കൊക്കെ അടിച്ചിട്ട് കഴിക്കണം. അങ്ങനെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതാണ് ഇന്നത്തെ മെയിൻ പ്രശ്നം. പാത്രം കഴുകാനുണ്ടായി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് ഫുഡ് കഴിച്ചു. ഇന്ന് ഞങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ദോശയും നല്ല വറുത്തരച്ച കടലക്കറിയും കട്ടൻ ചായയാണ് കേട്ടോ. പാൽ ചായ ഇവിടെ വളരെ കുറവാണ് കേട്ടോ. ഇത്രയുള്ള വീഡിയോ. താങ്ക് യു.